ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം 29 ജൂൺ 2026. നമുക്ക് നമ്മുടെ അനാലിസിസ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഓൾമോസ്റ്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ലാസ്റ്റ് സെഷൻസ് ഓപ്പൺ. സോ അതിൻ്റെ അർത്ഥം നിഫ്റ്റിയിലും വലിയ ഗ്യാപ്പ് ഡൗൺസ് ഓർ ഗ്യാപ്പ് അപ്സ് ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും നിഫ്റ്റിയിലും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ചാർട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ചാർട്ട് ഒരു വളരെയധികം ഒരു സൈഡ് വേസ് ടു ബെയറിഷ് ആയ ചാർട്ടാണ്. ബാക്കിയുള്ള ഏതൊക്കെ ഇൻഡെക്സസ് നോക്കിയാലും മെയിൻ ഇൻഡെക്സസ് ഫോർ സച്ച് ആസ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, ബാങ്ക് നിഫ്റ്റി എന്ന ഇൻഡെക്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി വളരെ വീക്കാണ്. നിഫ്റ്റിക്ക് ഓൾറെഡി ഒരു മുകളിൽ നിന്ന് വരുന്നൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും ഉണ്ട്. ഈ രണ്ട് ലെവലുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിഫ്റ്റിൻ്റെ മുകളിൽ ആക്റ്റും ചെയ്യുന്നുണ്ട്. ഈ ലെവൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാൻ നിഫ്റ്റിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ഒരു റിവേഴ്സൽ ക്യാൻഡിലും കൂടെ ബുധനാഴ്ച പ്രൈസ് ആക്ഷനിൽ തന്നിരുന്നു. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ബാങ്ക് നിഫ്റ്റിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം സ്ട്രോങ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ ഈ ഒരു വലിയൊരു ബിഗ് ക്യാൻഡിൽ, അതായത് 1.69% പോയ ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഒരു ബെയറിഷ്നെസ് നല്ല രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ തോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ലോയിൽ നിന്ന് ഈ ഹൈയിലേക്ക് ഒരു റാലി തന്നിരുന്നെങ്കിൽ കൂടിയും, ഈ ലോയിൽ നിന്ന് ഈ ഹൈയിലേക്ക് 7 to 8% റാലിയാണ് നമുക്ക് കിട്ടിയത്. എങ്കിൽ കൂടിയും സ്റ്റോക്സിലെ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും ഒരു എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സ്റ്റോക്സിൽ ബ്രേക്ക് ഔട്ട്സ് വന്നെങ്കിൽ കൂടിയും അതൊരു ഫോളോ ത്രൂ നമുക്ക് കിട്ടിയില്ല. അതായത് ഒരു സ്ട്രോങ് ക്യാൻഡലിന് ശേഷം വീണ്ടും ഒരു സ്ട്രോങ് ക്യാൻഡിൽ, വീണ്ടും ഒരു സ്ട്രോങ് ക്യാൻഡിൽ, ആ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ അല്ല വന്നത്. അതിന് പകരം നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ലെവലാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെയും അകത്തേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഒരു പ്രൈസ് ആക്ഷനാണ് തന്നത് സ്റ്റോക്സ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് SLs അടിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റോക്സ് മൂവ് ചെയ്ത ഒരുപാട് കേസസ് ഈ ഒരു റാലിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റാലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന റാലിയും ഈ ചെറിയൊരു റാലിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റാലി വളരെ ഇവൻ തോ സ്റ്റോക്സ് മൂവ് ചെയ്തെങ്കിൽ കൂടി ആ സ്റ്റോക്സിൽ സ്ട്രെങ്ത് കുറവായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇന്ത്യ വിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് നമുക്ക് 12-നും 17-നും ഇടയിലാണ്. സോ ദിസ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇന്ത്യ വിക്സ് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സിൽ നല്ലൊരു പുൾ ബാക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. പിന്നെ നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്സ് അബൌട്ട് 20 പീരിയഡ് മൂവിങ് ആവറേജ് താഴത്തേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. സോ ഐഡിയൽ കേസ് സിനാരിയോ അല്ല നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് അതിൻ്റെ മൂവിങ് ആവറേജിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയൽ കേസ് സിനാരിയോ അല്ല എന്നാണ്. സ്റ്റോക്സ് അബൌട്ട് 200 പീരിയഡ് മൂവിങ് ആവറേജ് ആ ലെവലിൽ തന്നെ ചോപ്പ് ചെയ്യുന്നുണ്ട്. 50, 51, 54 ലെവലിൽ തന്നെ ചോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 52 വീക്ക് ലോ ഹൈ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എന്തായാലും പോസിറ്റീവാണ്, ബട്ട് സ്റ്റിൽ ഡൗൺ ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഈ ഡൗൺ 4.5% ഇൻ ടുഡേ എന്നുള്ള നമ്പർ 93 ഒരു ഭയങ്കര ഹൈ നമ്പറാണ്. സോ ബേസിക്കലി മാർക്കറ്റിൽ ഒരു പുൾ ബാക്കിനുള്ള പ്രോബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടൊരു പുൾ ബാക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ആ പുൾ ബാക്കിന് ശേഷമുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത തീരുമാനങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റൈറ്റ് നൗ മാർക്കറ്റിൻ്റെ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നല്ലൊരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്സിൽ ട്രേഡ് എടുക്കാൻ പറ്റിയ സമയം അല്ല ഷോർട്ട് ടേമിൽ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് ഒന്നും കൂടെ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് അനാലിസിസും കാര്യങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ട്രേഡുകൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.